അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കോഴിക്കറിയാണ്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണ്. അധിക സമയമൊന്നും എടുക്കത്തില്ല നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. ഇത് ഞാൻ നൈസ് പത്തിരിയുടെ കൂടെയാണ് ഈ കോഴിക്കറി സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കിലോയുടെ ചിക്കൻ ഇതുപോലത്തെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുവാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഈ 4 ടേബിൾ സ്പൂൺ തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അല്ലാതെ നമ്മൾ വറുത്തരച്ച കറിക്ക് എടുക്കുന്നത് പോലെ ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇതിൽ കിടന്നൊന്ന് ചൂടായി ജസ്റ്റ് ഇതൊന്ന് കളറ് ഒന്ന് വൈറ്റ് ഒന്ന് മാറുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. കണ്ടോ, തേങ്ങ ഇവിടെ ഒരു ക്രീം കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇത് ഗ്യാസിൽ തന്നെ വെച്ചിരുന്നാൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിത് മാറ്റി വെച്ച് ഇതൊന്ന് തണുക്കുമ്പോഴേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം. വെള്ളം കൂടരുത്. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഒരു കട്ടിയുള്ള പേസ്റ്റ് പോലെ വേണം നമ്മളിത് അരച്ചെടുക്കേണ്ടത്. പിന്നെ ഞാനിവിടെ ഇതുപോലെ ചെറിയ 3 പീസ് ഇഞ്ചി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 10-15 വെളുത്തുള്ളി അല്ലിയാണ്. 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇത് ചതച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഈ പച്ചമുളക് ഇട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മൾ ഈ കറിക്ക് ഇഞ്ചിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഈ പച്ചമുളകും കൂടി ഇട്ട് ജസ്റ്റ് ഇതൊന്ന് ചതച്ചെടുക്കാം. ഇത്രയും മതിയാകും. തേങ്ങ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ഒരു ജാറിലിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഈ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും, ഇതൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിന് നിങ്ങൾ എടുത്താൽ മതി. ഇത് അധികം എരിവില്ലാത്ത കാശ്മീരി ചില്ലിയാണ്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും. ഗരം മസാല ഞാൻ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. നിങ്ങൾ സലു കിച്ചൻ ഗരം മസാല എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗരം മസാലയുടെ റെസിപ്പി കിട്ടും. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ കൂട്ടും. ഞാനിവിടെ 3 നല്ല പഴുത്ത ടൊമാറ്റോ മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റും പിന്നെ കുറച്ചധികം മല്ലിയിലൂടെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മല്ലിയില കുറച്ചധികം വേണം കേട്ടോ. ഇവിടെ ഞാൻ പൂച്ചയെ വളർത്തുന്നതൊന്നുമല്ല, അപ്പുറത്തെ വീട്ടിലെ പൂച്ച ഇങ്ങനെ വിളിക്കുന്നതാണ്. എൻ്റെ അടുത്ത് പലരും ഇങ്ങനെ വീഡിയോയിൽ പൂച്ചയുടെ സൗണ്ട് കേട്ടിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് എല്ലാം കൂട്ടി നന്നായിട്ട് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ശരിക്കും ഇത് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇത് നിങ്ങൾ ഓഫീസിൽ പോകുന്നതിന് മുൻപ് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് തിരിച്ച് വരുമ്പോഴേക്കും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ഒരു മണമാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഞാനിനി ഇതൊരു 5 മിനിറ്റ് മാത്രമേ ഇത് മൊത്തം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കത്തുള്ളൂ. ഈ സമയം കൊണ്ട് ഞാൻ വഴറ്റാനുള്ള സവാള കട്ട് ചെയ്തെടുക്കാൻ പോകുന്നു. സവാള കട്ട് ചെയ്ത് വഴറ്റിയെടുക്കുന്ന സമയം മാത്രമേ ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെക്കാറുള്ളൂ. പിന്നെ കൂടുതൽ സമയം നമുക്കിത് വെക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ വൈകുന്നേരം ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം.
ഈ കറി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്ക് ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് ഫെന്നൽ സീഡ്, പിന്നെ 2-3 പീസ് പട്ട, 2 ഏലക്കായ, 3-4 പീസ് ഗ്രാമ്പു, ഇത് ഇത്രയും കൂട്ടിയിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കനിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉള്ളി ഇവിടെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവോളയും ചിക്കനും എല്ലാം നന്നായിട്ട് യോജിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പാത്രം മൂടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിനിടയിൽ നമ്മൾ ഈ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിൽ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിന് അടിക്ക് പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ നമ്മൾ വെള്ളം ചേർക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ശരിക്കും ഈ റെസിപ്പിയിൽ വെള്ളം ചേർക്കത്തില്ല, കാരണം ഈ ടൊമാറ്റോയിൽ നിന്നൊക്കെ വന്ന ഗ്രേവി ഇതിൽ കാണും. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഗ്രേവിയുള്ള ഒരു ചിക്കൻ്റെ കറിയല്ല ഇത്. നമ്മുടെ ചിക്കൻ ഇവിടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതിൽ നിന്ന് ഗ്രേവി വരുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലാന്ന്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നല്ല കളറിലാണ് ഈ ഗ്രേവി തന്നെ ഇരിക്കുന്നത്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റും കൂടി ഇത് വേവിച്ചെടുക്കാം. ഇത് ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ ഒരു 20 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഇത് വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അതായത് ടോട്ടൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി വെക്കാം. കണ്ടോ, ഇതിവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇതിന് ഈ ഒരു തിക്നെസ്സിലാണ് ഇതിൻ്റെ ഗ്രേവി ഇരിക്കുന്നത്. ഇതിനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു കറിയാണ്. ഇന്നത്തെ നോയമ്പ് തുറയ്ക്ക് ഞാനിവിടെ ഈ സ്പെഷ്യൽ ചിക്കൻ കറിയും നൈസ് പത്തിരിയും തേങ്ങാപ്പാലുമാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇത് നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കണ്ട.